നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം 1. അപ്പോൾ ഇത് ഞാൻ പറയാൻ പോകുന്നത് നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ പേര് ഈ ആർത്രൈറ്റിസ്. ഇപ്പം ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും അതേപ്പറ്റി ഗ്രാഹ്യമുണ്ട്. അതിന് ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും വരാം. എന്നാലും ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പ് തൊട്ടാണ് ഈ ആർത്രൈറ്റിസ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. കുട്ടികൾക്കും വരുന്നുണ്ട്, പക്ഷെ അത് വളരെ റെയറാണ്. അപ്പോൾ ഈ ആർത്രൈറ്റിസ് വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ബോഡിയിൽ കാൽസ്യം ലെവൽ വളരെ കുറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാൽസ്യം എങ്ങനെ വരുന്നു, കാൽസ്യം ഡെഫിഷ്യൻസി എങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഉദാഹരണം, ഇന്ത്യയിലുള്ള ഒരു 99% കുട്ടികൾക്കും ജനിക്കുമ്പോൾ തന്നെ അവർക്ക് കാൽസ്യം കുറവായിട്ടാണ്. അപ്പോൾ ഈ കാൽസ്യം എവിടെ നിന്നാണ് നമുക്ക് ഈ കുട്ടികൾക്ക് കാൽസ്യം കിട്ടേണ്ടത്? അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് കാൽസ്യം കിട്ടേണ്ടത്, അതായത് അമ്മയുടെ രക്തത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെവലപ്ഡ് കൺട്രീസ്, ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയും ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു ഗർഭിണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാൽസ്യമാണ് ഏറ്റവും ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ടത്ര കാൽസ്യം കൊടുക്കും. അപ്പോൾ കാൽസ്യം നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാൻ വളരെ കുറവാണ്. എല്ലാത്തിനും കാൽസ്യം ഉള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, ഇന്നലെ തന്നെയും നമുക്ക് വേണ്ടത്ര ബോഡിയിൽ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് സപ്ലിമെൻറ്റ്സ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ ഏത് കുട്ടികൾ എടുത്തു കഴിഞ്ഞാലും അവർക്ക് പല്ല് വന്നു കഴിഞ്ഞാൽ ഒരു 1-2 വയസ്സ് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 2-3 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് കാരീസ് ഓഫ് ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പുഴുപ്പല്ലെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പല്ലന്തര തന്നെ ദ്രവിക്കാൻ തുടങ്ങുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യം തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കാൽസ്യം നമ്മൾ സഫിഷ്യൻ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ ഈ അമ്മയുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്ന് ഈ കാൽസ്യം എടുക്കും. അപ്പോൾ ഡബിളാണെന്ന് വേണ്ടത്, കുട്ടിക്കുള്ളത് ഉൾക്കൊള്ളും. അപ്പോൾ വേണ്ടത്ര ഇല്ലെന്നുണ്ടെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി ആ കുഞ്ഞിനും ഉണ്ടാവും, അമ്മയ്ക്കും ഉണ്ടാവും. ഇത്രയും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാരണമെന്ന് അറിയണ്ടേ? ഇതാണ് അതിൻ്റെ ബേസിക് കാരണങ്ങൾ. പിന്നെ ഇതിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. പഞ്ചസാരയുടെ കാര്യം ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ വൈറ്റ് ഷുഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോണിനെയും പല്ലിനെയും അത് ദ്രവിപ്പിച്ച് കളയും. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ്. അതിനുവേണ്ടി നമ്മൾ വൈറ്റ് ഷുഗർ പ്രോഡക്റ്റ്സ് നമ്മൾ ഒരിക്കലും കഴിയുന്ന ഒഴിവാക്കുക. അതിന് പകരം ഉപയോഗിക്കേണ്ടത് നമുക്ക് ബ്രൗൺ ഷുഗർ 2ഉണ്ട്. നമ്മുടെ അകത്ത് ഉപയോഗിക്കുന്ന മരുന്നുണ്ട്, ലഹരിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ള ബ്രൗൺ ഷുഗർ കാര്യം പാട്ടിയിട്ട് ബ്ലീച്ച് ചെയ്യാത്തത്. ഇത് ബ്ലീച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബ്ലീച്ചിങ് ചെയ്യുന്നത് സൾഫർ ഡയോക്സൈഡാണ്. ഈ സൾഫർ ഡയോക്സൈഡ് ബ്ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലിനെയും പല്ലിനെയും തകർക്കാൻ അത്രയ്ക്ക് പവർഫുള്ളാണ്. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ വൈറ്റ് ഷർട്ടാണ്, ഒരു ബ്ലാക്ക് ഷർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കളർ വരും. അത്രയ്ക്ക് പവർഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവർ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഈ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സൾഫർ ഡയോക്സൈഡ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്രൈറ്റിസിൻ്റെ ബേസ് അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. അത് നമ്മൾ ആളുകൾ പോലും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാതിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കാൽസ്യം ഉപയോഗിക്കുക. അപ്പോൾ കാൽസ്യമുള്ള ഭക്ഷണങ്ങളുള്ളത് നമുക്ക് വെജിറ്റേറിയൻ തന്നെ ധാരാളമുണ്ട്. പക്ഷേ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ വളരെ റിച്ച് കാൽസ്യമാണ്. നമ്മളെല്ലാ ദിവസവും കുറേശ്ശെ മുരിങ്ങയില കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ ചീര, അതുപോലെ മുട്ടയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. മുട്ട പഴയകാലത്ത് ആയുർവേദ ഫിസിഷ്യൻസ് കൊടുക്കുന്നത് തന്നെ. ഇപ്പോഴല്ല, ഈ മുട്ടത്തോട് പൊടിച്ച് വെണ്ണയിൽ ചാലിച്ചാണ് കൊടുത്തുകൊണ്ടത്. അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി അവർക്ക് അന്നോട്ട് മനസ്സിലാക്കി അതിനുള്ള നാച്ചുറലായിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഷെൽ കാൽസ്യം കഴിയുന്ന ഒഴിവാക്കിയിട്ട് കൂടിയ കാൽസ്യം തന്നെ ഉപയോഗിക്കണം. അതിൻ്റെ കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാൽസ്യം ടാബ്ലറ്റ് ആയിക്കഴിഞ്ഞാലും അതിനകത്ത് വൈറ്റമിൻ K27 കൂടി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആ കാൽസ്യം നമ്മുടെ ബോഡിയിൽ ശരിക്കും അബ്സോർവ് ചെയ്യത്തില്ല. അതിൻ്റെ അബ്സോർവ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ക്വാളിഫൈഡ് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ആ കാൽസ്യം, എന്നാലും ഈസി ആയിട്ടും വിലക്കുറവായതുകൊണ്ട്, ഉദാഹരണം സാധാരണ കാൽസ്യത്തിന് 100 രൂപയുള്ളെങ്കിൽ ഒരു 10 ഗുളികയ്ക്ക് 100 രൂപയുള്ളെങ്കിൽ തന്നെ ഈ കാൽസ്യം K27 വരുമ്പോഴത്തേക്ക് അതിൻ്റെ
ഇരട്ടിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയായി കഴിഞ്ഞാലും കാൽസ്യം K2 നിങ്ങൾക്ക് തന്നെ കടയിൽ ഇത് പ്രിസ്ക്രിപ്ഷൻ അതൊന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കടകളിൽ പോയി തന്നെ ചോദിച്ച് നല്ല കമ്പനി എടുത്ത് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വരുന്നത് കൊണ്ട് ജോയിൻറ്റുകൾക്ക് എല്ലിന് തേയ്മാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലിന് തേയ്മാനം ഉണ്ടാകുമ്പോഴത്തേക്ക് ആൾക്ക് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലിന് തേയ്മാനം വരുമ്പോഴത്തേക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അത് ഞരമ്പിനെ എഫക്റ്റ് ചെയ്യും, പിന്നെ നമ്മുടെ മസിൽസിനെ എഫക്റ്റ് ചെയ്യും. ഇതെല്ലാം നമുക്ക് എല്ലാ സംഗതികളും നമ്മുടെ എല്ലാ അവയവത്തിനും ആവശ്യമാണ്. ഉദാഹരണം ബ്രെയിൻ തന്നെ, കാൽസ്യത്തിൻ്റെ ആവശ്യം ബ്രെയിനുണ്ട്, ബ്രെയിനിൻ്റെ ഫങ്ഷൻ എല്ലാത്തിൻ്റെയും ആവശ്യമുണ്ട്, എല്ലാ വൈറ്റമിൻസിൻ്റെ ആവശ്യമുണ്ട്, എല്ലാ മിനറൽസിൻ്റെ ആവശ്യമുണ്ട്, എല്ലാ ട്രേസ് മിനറൽസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആർത്രൈറ്റിസ് നിസ്സാരക്കാരനല്ല, അതിന് പല പേരുകൾ പറയുന്നുണ്ട്. അപ്പം മലയാളത്തിൽ അതിന് ജനറലായിട്ട് പറയാവുന്ന വാദം എന്നാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പിന്നെ അങ്ങനെ പല പേരുകളിൽ ആർത്രൈറ്റിസ്, എന്നാലും നമ്മൾ പറയാവുന്നതിന് തേയ്മാനമാണ്. അപ്പോൾ തേയ്മാനം മുട്ടിനാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് മുട്ടിലാണ്. അത് കഴിഞ്ഞ് എല്ലാ ജോയിൻസിലും അത് വരും, എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് മുട്ടിലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മുട്ട് ചിരട്ടയൊക്കെ മാറ്റി വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ സർജറി ഇപ്പോഴത്തെ അടുത്ത കാലത്ത് വളരെ നല്ലൊരു പ്രോസസ്സ് തന്നെയാണ്, നല്ല വിജയവും കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ വീണ്ടും മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാലും ഈ ഡെഫിഷ്യൻസി ഉള്ളിടത്തോളം കാലം നമുക്കത് മാറുന്നില്ല. പിന്നെ വളരെ വലിയ പരസ്യങ്ങളൊക്കെ നമുക്ക് കാണാം, പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം വരുന്നില്ല. പിന്നെ അതുപോലെ കഴിയുന്നതും ഇവരും നല്ല വേദനയായിരിക്കും. അതിന് നമ്മൾ കഴിയുന്നതും വേദന സംഹാരികൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നാൽ തന്നെ എക്സ്റ്റേണലായിട്ടുള്ള വേദന സംഹാരികൾ ഉപയോഗിക്കുക. കാരണം അകത്ത് കഴിക്കുന്ന ടാബ്ലറ്റ്സിൻ്റെ അതേ കോമ്പിനേഷനുള്ള എക്സ്റ്റേണലുമൊക്കെ നമുക്ക് കിട്ടും. ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഡോക്ടർ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വൈസ് എല്ലാം തരും. അത് ഏത് സിസ്റ്റം ആയാലും കുഴപ്പമില്ല, മോഡേൺ മെഡിസിൻ ആയാലും ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. അപ്പോൾ ഇതെന്താണ് ഇതിന്, അതായത് ഹാർട്ടിന് വരുന്ന ബ്ലോക്കിൻ്റെ കാര്യമാണ്